കുരുക്ഷേത്ര യുദ്ധത്തിലെ മഹാനായ പാണ്ഡവ സഹോദരന്മാരിൽ പ്രധാനികളാണ് നകുലനും സഹദേവനും. അവരുടെ ജന്മകഥ മറ്റെല്ലാ കഥകളേക്കാൾ അതിശയജനകവും ദൈവികവുമാണ്. കുന്തിയും മാദ്രിയും പാണ്ഡു മഹാരാജാവിന്റെ ഭാര്യമാരായിരുന്നു. എന്നാൽ ഒരു നിർഭാഗ്യകരമായ ദിനത്തിൽ പാണ്ഡു ഒരു മഹാനപകടത്തിന് ഇരയായി. ഒരിക്കൽ അദ്ദേഹം കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ ഒരു തപസ്വിയെ മാനായി തെറ്റിദ്ധരിച്ച് വെടിവെച്ചു. മരണശയ്യയിൽ കിടക്കുന്ന തപസ്വി ഒരു ഭയാനക ശാപം നൽകി. നീ ഒരിക്കലും നിന്റെ ഭാര്യകളോട് സമീപിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ ഉടൻ മരിക്കും. ഈ ശാപം പാണ്ഡുവിനെയും രാജവംശത്തിനെയും നിർണായകമായ ദുരന്തത്തിലേക്ക് തള്ളിയിടുകയുണ്ടായി. തന്റെ കുലത്തിൽ ഒരു രാജാവ് പോലും ഇല്ലാതെ ഹസ്തിനപുരം ഭാവിയിൽ അനാഥമാകുമോ എന്ന പേടി പാണ്ഡുവിനെ വലയുകയും ചെയ്തു. പാണ്ഡു ഈ കഷ്ടതകൾക്ക് ഉത്തരം തേടി തന്റെ ആദ്യ ഭാര്യയായ കുന്തിയോട് ദുഃഖം പങ്കുവച്ചു. അപ്പോൾ കുന്തി ഒരു മഹത്തായ രഹസ്യം വെളിപ്പെടുത്തി. എനിക്കൊരു ദിവ്യശക്തി ഉണ്ട് മഹാരാജ. ഞാൻ ഏത് ദേവനെ വിളിച്ചാലും അദ്ദേഹം വരും, ആശീർവാദം നൽകും. ഇത് എൻ്റെ ഗുരു ദുർവാസ മുനിയുടെ വരമാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പാണ്ഡുവിന് ഒരു അസ്ഥിരതയുണ്ടായി. രാജവംശത്തെ രക്ഷിക്കാൻ ഭാവിയിലേക്ക് ഒരു തലമുറയെ സമ്മാനിക്കണം. പാണ്ഡുവിന്റെ രണ്ടാമത്തെ ഭാര്യയായ മാദ്രി ഇതറിഞ്ഞപ്പോൾ അവൾ കുന്തിയോടായി അപേക്ഷിച്ചു. ദേവി, രാജവംശത്തിന് എനിക്ക് കുട്ടികളെ ഒരുക്കുവാൻ ഈ ദൈവാനുഗ്രഹം നൽകാമോ? കുന്തി ദയാനിധിയായിരുന്നു അത്രേ. അവൾ മാദ്രിയെ അവളുടെ മന്ത്രം ഉപയോഗിക്കാൻ അനുവദിച്ചു. അങ്ങനെ മാദ്രി തന്റെ മനസ്സിൽ ഗന്ധർവരാജൻ അശ്വിനി ദേവന്മാരെ വിളിച്ചു. ആകാശം പൊട്ടി ഒരു പ്രകാശം പകർന്നു. ദിവ്യരഥത്തിൽ സ്വർണദീപ്തരായ 2 ദേവന്മാർ, അശ്വിനി കുമാരന്മാർ, അവർ ഭൂമിയിലേക്ക് വന്നിറങ്ങി. ദിവ്യ സ്ത്രീയെ, എന്താണ് നിന്റെ ആഗ്രഹം? ഈ മഹാദേവന്മാരെ, എനിക്ക് കുഞ്ഞുങ്ങളെ വേണം. അവന്മാർ നല്ല ശില്പികളായിരിക്കണം, അത്ഭുതപൂർവമായ സൗന്ദര്യമുള്ളവരായിരിക്കണം. എൻ്റെ ഭർത്താവിന് അനുയോജ്യമായ ധർമ്മിഷ്ഠരായ യോദ്ധാക്കൾ ആകട്ടെ അവർ. അശ്വിനി ദേവന്മാർ ആശീർവാദം നൽകി. കാലം തികയുമ്പോൾ മാദ്രിക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചു, നകുലനും സഹദേവനും. നകുലൻ തിളങ്ങുന്ന സൗന്ദര്യത്തിന്റെ പ്രതിരൂപം. മഹത്തായ അശ്വിനി ദേവന്മാരുടെ ആശീർവാദം കൊണ്ട് അവൻ ഏറ്റവും മനോഹരനായ പുരുഷനായിരുന്നു. കൂടാതെ കുതിരകളെ അഭ്യസിപ്പിക്കാനും വൈദ്യശാസ്ത്രത്തിൽ വല്ലഭനാകാനും അവൻ പഠിച്ചു. സഹദേവൻ ആത്മസമാധാനത്തിന്റെ അവതാരമായ സഹദേവന്റെ അഗാധമായ ജ്ഞാനത്തിന്റെ മേധാവിയായിരുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ അവന്റെ നൈപുണ്യം അതിശയിപ്പിക്കുന്നതായിരുന്നു. പാണ്ഡുവിന്റെ മരണശേഷം മാദ്രി തന്റെ ജീവൻ ഉപേക്ഷിച്ചു. എന്നാൽ കുന്തി നകുലനെയും സഹദേവനെയും സ്വന്തമായി വളർത്തി. അവർ ഭാവിയിൽ മഹാനായ പാണ്ഡവരായി മാറി. ധർമ്മത്തിനും വിശ്വാസത്തിനും ഒരുപോലെ സാക്ഷിയാകുകയും ചെയ്തു. അങ്ങനെ ആകാശ നക്ഷത്രങ്ങളെ പോലെ ജനിച്ച ഈ സഹോദരന്മാർ മഹാഭാരത ചരിത്രത്തിലെ അമരനായ കഥാപാത്രങ്ങളായി മാറി.